ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാത്തിമക്കുട്ടിക്ക് വയ്യാത്തൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് വൈകുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉഴുന്നും അരിയൊന്നും കുതിർത്താണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം നന്നായിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതാട്ടോ വേഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഇതാണ്, സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കുക. അരിയും ഉഴുന്നും ഒന്നും കുതിർത്തണ്ട. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ഗ്ലാസ്സിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരിയിലും ചെയ്യാം കേട്ടോ, കുതിർത്തിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഒന്ന് കുതിർന്ന ശേഷം നമുക്ക് പച്ചരി ആട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ പച്ചരി ഉണ്ട്, എന്നാലും ഞാൻ വേഗം നമുക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി 2 പ്രാവശ്യമായിട്ടോ ആട്ടിയെടുക്കണം. അതിൻ്റെ ജാറ് ചെറുതായതുകൊണ്ട് ഒന്നിച്ച് ആട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അരിപ്പൊടിയും കുറച്ച് ചോറ് കേട്ടോ, നമുക്ക് ഏത് അരിയിൽ വെച്ച ചോറായാലും കുഴപ്പമില്ല. ചോറും പിന്നെ ഒരു ഇത്തിരി പഞ്ചസാരയും, പിന്നെ നമ്മുടെ കയ്യിൽ മറ്റേതുണ്ടെങ്കിൽ ഇടാം കേട്ടോ, എന്താ അതിന് പറയുക, ഞാനപ്പോൾ അതില്ലാത്തതുകൊണ്ട് സോഡാമാവ് ഇടാം കേട്ടോ. ഞാനപ്പോൾ അതില്ലാത്തതുകൊണ്ടും എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ബാക്കി ഇത് അരിപ്പൊടിയും കൂടി നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലുണ്ടെങ്കിലും മതി കേട്ടോ, പാല് ഒരുപാട് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ മിക്സ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിപ്പൊടി പൊടി ഓൾറെഡി പൊടി ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ചോറ് മാത്രം ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിൻ്റെ കൂടെ ചേർത്തിട്ട് ഞാൻ അടിച്ചതാണെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അരിയും ഉഴുന്നൊന്നും കുതിർത്താണ്ട് നമുക്ക് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്പട്ടോ. നല്ല നമ്മുടെ ദോശ പോലെ തന്നെ ഉണ്ടാവും, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് അത് ഉണ്ടാക്കി കൊടുത്താൽ. പിന്നെ റിയാസ്ക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പത്തിരി തിന്നാത്ത റിയാസ്ക്കാനെ ഞാൻ ഇങ്ങനെ കേട്ടോ തേറ്റിക്കുക. അപ്പോൾ പത്തിരി മുപ്പര് തിന്നൂല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാട്ടോ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ലൈറ്റ് ചൂടാകുമ്പോൾ നമുക്കതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നെയ്യോ ഓയിലോ എന്താ വെച്ചാൽ അത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം കേട്ടോ, എന്ത് വെച്ചാലും മറ്റേ കട്ടുറുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്തെന്ത് ചെയ്തിട്ടും പോണില്ല കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് നോക്കി, ഉറുമ്പും പൊടി ഇട്ട് നോക്കി, ഒന്നും അത് പോണില്ല. അപ്പോൾ ഈ ഉറുമ്പ് പോകാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഞാനിതാട്ടോ, അപ്പോൾ ചൂട് അധികമായപ്പോൾ ഒത്തിരി ഒന്ന് ഇതായി, കുഴപ്പമില്ല, ഇനി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓയിലോ നെയ്യോ എന്തെങ്കിലും ഉണ്ടാവും. സ്റ്റവിൻ്റെ മേലെ കൂടെ ഒരു കറുത്തുറുമ്പ് പോണത്, ഈ എറുമ്പിനെ കൊണ്ടാട്ടോ ഭയങ്കര ഇടങ്ങറ്. അപ്പോൾ എന്തൊരു സാധനം വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഉറുമ്പ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓയിൽ ഒഴിച്ചപ്പോൾ ഓയിലിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ വേഗം ഓയിൽ മാറ്റിയിട്ടോ. പിന്നെ നല്ല ഓയിൽ ഒഴിച്ചു, ഓയിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു, അടിയാണ് അതിൽ വന്ന് വീണത്. പിന്നെ ഇതാ നമ്മുടെ ദോശ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കണം.
അപ്പോൾ നമ്മുടെ ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദോശയെന്നോ അപ്പമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല. ദോശ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് തിന്ന് നോക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. പെട്ടെന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ചുട്ട ശേഷം ഇതിൻ്റെ നടുക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാരയും വെച്ച് നമ്മൾ മുട്ടപ്പാലട ചെയ്യണ പോലെയും ചെയ്യാം കേട്ടോ. സൂപ്പറാണ്.